കാനൻ ലോ പരമ്പരയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദിവ്യബലി ആഘോഷത്തെക്കുറിച്ചാണ്. സഭാ നിയമം 899 കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള മതബോധന ഗ്രന്ഥം 1341 മുതൽ 1381 വരെയുള്ള ഖണ്ഡികകളും ആണ് ദിവ്യബലി ആഘോഷത്തെക്കുറിച്ച് വിവരിക്കുന്നത്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ദിവ്യബലി ആഘോഷത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദിവ്യബലി എന്നത് ക്രിസ്തുവിൻ്റെയും സഭയുടെയും കർമ്മമാണ്. രണ്ടാമതായിട്ട്, പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കർത്താവായ ക്രിസ്തു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ സത്താപരമായി സന്നിഹിതനായിക്കൊണ്ട് ദൈവപിതാവിന് സമർപ്പിക്കുന്നു. മൂന്നാമത്, തൻ്റെ ബലിയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് ക്രിസ്തു തന്നെ ഭോജനമായി നൽകുന്നു. നാലാമത്, ദിവ്യബലി ആഘോഷത്തിൽ പുരോഹിതൻ, അതായത് മെത്രാനും വൈദികരും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് കാർമ്മികത്വം വഹിക്കുന്നത്. അഞ്ചാമതായിട്ട്, ദിവ്യബലി ആഘോഷത്തിൽ പുരോഹിതരും, അതായത് മെത്രാന്മാരും വൈദികരും കൂടാതെ ഡീക്കന്മാർ, സമർപ്പിതർ, ആത്മായ വിശ്വാസികൾ അവരുടെ ജീവിത അന്തസ്സിന് അനുസൃതമായ രീതിയിൽ പങ്കുചേരുന്നു.